സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഉണർന്ന് ചിന്തിച്ചു ഞങ്ങൾ. മനസ്സിലാണ്ടല്ലോ. അന്ന് കാന്തപുരം ഈ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉൾപാർട്ടി പ്രതിരോധം എന്ന നിലയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. SSF ഒരു സംഘടനാ സിസ്റ്റത്തിലെത്തിയ അന്നാണ്. അതാണ് ഈ കാണുന്ന മുടിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോ നിസാരിയെ ലേഖനം വരാഞ്ഞെന്തേ? കാന്തപുരത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടത്തെ ദിശാബോധമുള്ളൊരു സമൂഹമായി വളർത്തിയെടുക്കാൻ ഞാനതിൻ്റെ ഉള്ളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നെപ്പോലെ അന്ന് ശ്രമിച്ചവരൊക്കെ എന്റെ നേതാക്കന്മാരുമാണ്. അതുകൊണ്ടാണ് ഓര് ഇസ്മായിൽ സഖാഫിക്കെതിരെ രംഗത്ത് വരാത്തത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ആ മൂപ്പര് വരണേ. നമ്മൾ അറിയാക്കാൻ എങ്ങനെ? ഇപ്പൊ നാളൊരു യോഗം ഉണ്ടായിരുന്നു. നാളെ യോഗം നടക്കല്ലേ? നാളെ ഭയങ്കര അത്ഭുതം നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. പോയി നോക്കണം നമുക്ക് എല്ലാവർക്കും. നിങ്ങൾ വേണ്ട, ഞങ്ങൾ വെക്കാം, വിജയിപ്പിക്കാതിരിക്കണ്ട. അതിന് പിറ്റേന്ന് 7-ാം തീയതി നമ്മളാണ്ട് വരുന്നുണ്ട്. അത് നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക. ഈ പറയപ്പെട്ട സംഭവം എങ്ങനെയാണ്? ഇനി മറുപക്ഷത്തുള്ള ആളുകളോട് ഞാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഇപ്പൊ നമ്മളെ ആലിമീങ്ങൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം പരിധി കുറക്കണമെന്ന് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ നേതൃത്വത്തിൽ യോഗം കൂടി പറഞ്ഞു. അല്ലേ? ശ്രദ്ധിച്ചില്ല? അതിനെന്തിനാ ചങ്ങന്മാരെ ഇങ്ങക്ക് ഹാലളുകള്? അത് മൃഗീയമാണ്. ഏത് പെൺകുട്ടികളെ കെട്ടിക്കണം? നിക്കി വനിതാ സംഘടനകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. എന്താ അത്? ജുവൈനൽ ആക്ടിന്റെ ലംഘനാണ്. അത് പെൺകുട്ടികളെ അടിമകളാക്കലാണ്. ശരി, ഇതൊക്കെ ആരോപണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ മഹിളാ സംഘടന മുതൽ കേരളത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ വനിതാ സംഘടനകളൊക്കെ ഒരു മുദ്രാവാക്യമായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. എന്തായാലും മുദ്രാവാക്യം എന്താ? മുദ്രാവാക്യം ഡൽഹിയിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ ഒരു പ്രതി 18 വയസ്സ് തികയാത്തതിനാൽ അയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഈ ജുവൈനൽ ആക്ട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് 15 വയസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വനിതാ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും അതേപോലെ നിയമജ്ഞരും ഇവിടെ പലതരം പ്രസ്താവനകളും നടത്തിയിരുന്നു. മറന്നുപോയങ്ങളത്? ഞങ്ങൾ പറഞ്ഞ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കൊക്കെ പ്രായപൂർത്തിയായാണ് പ്രായം. 15 വയസ്സാണ്. അതല്ലെങ്കിൽ ഇഹ്തിലാം ഉണ്ടാവലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത്. 15 വയസ്സാകുമ്പോൾ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയുന്നവരാണ് ഉലമാക്കന്മാര്. കണ്ടെങ്കിൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഡൽഹിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിന്റെ ആന്തരിക അവയവങ്ങൾ ആസ്ഥാമാനം നശിപ്പിച്ച് ഇന്ത്യയിലെ ചികിത്സ കഴിഞ്ഞ് വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു. ആ പാവപ്പെട്ട് പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോഴും ഇവര് പറഞ്ഞ് 18 വയസ്സിന്റെ പ്രായപരിധിയാണ് അതിക്രൂരനായ ആ മനുഷ്യരെ രക്ഷപ്പെടുത്തിയത്. ആലോചിച്ചു നോക്കൂ. ഇവിടുത്തെ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സമസ്ത പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിവാദമായില്ലേ? നിങ്ങളെന്താ തീരുമാനിക്കാനനുസരിച്ചിട്ടല്ലല്ലോ സമസ്തന്റെ കളി, ആണോ? ഇതുവരെ ലോകത്ത് ഇതുവരെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണോ? സമസ്ത പറഞ്ഞിടത്തേക്ക് നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അല്ലേ? സമസ്ത പറഞ്ഞിടത്തേക്ക് നിങ്ങൾ പറഞ്ഞിടത്തേക്ക് സമസ്ത പോയിട്ടില്ല. അതിന് വളരെ ശ്രദ്ധിക്കണം. ഇതൊരു വലിയ ക്രൂരമായ കളിയാണ്. വിവാഹത്തിൽ മറ്റുള്ള കാര്യങ്ങളിലും നമുക്ക് ഭരണഘടന വകവെച്ച് തന്ന ഒരു പങ്ക് കിട്ടാൻ വേണ്ടി ആ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടി ഞങ്ങൾ കോടതി പോകുമെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും ഇത്ര ബേജാറ്? കോടതിയല്ലേ തീരുമാനിക്കണ്ടേ? അപ്പൊ തന്നെ നമ്മളെ നിലമ്പൂരിലെ കാക്കറിന് ഞാൻ എതിരേറ്റ് പോകും. നിങ്ങൾ എതിരായിട്ട് പോയാൽ അത് നമ്മളെ സഹായിക്കും ചെയ്യും. നിങ്ങൾ എന്തായാലും പോണം, വണ്ടിക്കൂലി തരാം, ഫുൾ മാർക്കാണ്. അയാളെതിരായിട്ട് വന്നാൽ അള്ളാനെ സഹായം ഉണ്ടാവും, ഒരു സംശയമില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ ഇസ്ലാമിനെതിരെയുള്ള കുതന്ത്രാണ്, മുസ്ലിമിനെതിരെയുള്ള കുതന്ത്രാണ്. ഇവിടെ എങ്ങോട്ടോ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് നമ്മളെതിരാണോ? അല്ല. ഇവരെന്താ മനസ്സിലാക്കിയത്? പ്രസവിച്ച മാതാവിനും വളർത്തിക്കൊണ്ടുവന്ന പിതാവിനും ഈ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഒരു വിശ്വാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാവണോ? എല്ലാവരും ഒരുപോലെ പഠിക്കണമെന്ന് പറയുന്നത് അതൊരു തരം ബുദ്ധിപരമായ അടിമത്വം അടിച്ചേൽപ്പിക്കാൻ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെ? നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചു, തോറ്റു, പിന്നെ എഴുതി പിന്നെയും തോറ്റു, പിന്നെ എഴുതി പിന്നെയും തോറ്റു. ഇതെന്താ കാട്ടണ്ടേ? IAS നേർച്ച
അവനാന മക്കളെ ബുദ്ധിക്കനുസരിച്ച് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളല്ലേ? നിങ്ങൾ പറയും അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ മക്കളെ പഠിപ്പിച്ചിട്ട് ഈ ഉമ്മത്തിനെ അവർ ഡോക്ടർമാരാക്കിയിട്ടുണ്ട്, ഈ ഉമ്മത്തിനെ അവർ എഞ്ചിനീയർമാരാക്കിയിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ചില ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ITIന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എഴുതിയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. എഞ്ചിനീയറിംഗ് കോളേജ് നേരിട്ട് നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദ്. അദ്ദേഹമാണ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹപ്രായ പരിധി കുറക്കണം. അഡ്മിഷൻ കുറയാച്ച് പറയാൻ പറ്റില്ല. ശരിയുണ്ടോ? ഇതിൽ രാഷ്ട്രീയക്കാർക്ക് എന്താ കാര്യം? ഞങ്ങളെ മതവിശ്വാസം പറയുന്നത് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങളതിൽ ഒരു പരിധി പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് അപകടം ചെയ്യും, ഭാവിയിൽ അപകടം ചെയ്യും. നമ്മൾ പറയുന്നത് ഈ ജുവൈനിൽ നിയമം തന്നെ പരിഷ്കരിക്കണം, 15 വയസ്സാക്കണം, ആണിനും പെണ്ണിനുമാക്കണം. ഇവിടെ 18 വയസ്സിന്റെ താഴെയുള്ള പല ആളുകളും ക്രൂരമായ അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഒരു മനുഷ്യന് 18 വയസ്സിന് താഴെയുള്ളവൻ കുത്തിക്കൊന്നാൽ പോലും അവനെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന നിയമം പരിഷ്കൃത സമൂഹത്തിലെ നാണക്കേടാണ്. അത് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. മനുഷ്യന്റെ 18 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരാൾ ഒരു മനുഷ്യനെ കുത്തിക്കൊന്നാൽ അവനെ ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമം മനുഷ്യത്വത്തിനെതിരായ നിയമമാണ്, മാനവികതയ്ക്കെതിരായ നിയമമാണ്, ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന നിയമമാണ്. അതൊക്കെയും 15 വയസ്സെങ്കിലുമായി പരിമിതപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുക. ഞങ്ങൾ പരിമിതമായൊരു വിവാഹ പ്രശ്നമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി സജീവമായിട്ടാണ് പറയണത്. അതുകൊണ്ട് ഒരു മുദ്രാവാക്യം കൂടി ഞങ്ങൾ പറയുന്നു, ലാ ദീൻ അല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് മുസ്ലിമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ നാട്ടിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ ഭരണഘടനാപരമായുള്ള അധികാരമാണ്. അതിന്റെ ബോധവൽക്കരണവുമായി സമൂഹത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ഓരോ മഹല്ലിലും ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സന്ദേശം പ്രചരിപ്പിക്കണം. ഇത് കടത്തമാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഒരു ചവിട്ടുകൂടി മുന്നോട്ട് വെച്ച് പറയുന്നു, എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ നിയമം 15 വയസ്സാക്കണം. 15 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് കുട്ടികൾക്കുള്ള പരിരക്ഷ നൽകാൻ പറ്റില്ല. അത് സമൂഹത്തിന് അപകടമാണ്. ഞങ്ങളെ പെൺകുട്ടികളെ കെട്ടിക്കുന്നവർക്ക് തെരഞ്ഞെടുക്കേണ്ട പണിയാ ഇപ്പൊ പോലീസുകാർക്ക്. അങ്ങനെയാണെങ്കിൽ ഓരോ മഹലിലും സദ്യയിൽ ഉണ്ടാക്കേണ്ടി വരും. ഓരോ മഹലിലും. അത് വലിയ അപകടം. ശ്രദ്ധിക്കേണ്ട ഞാൻ പറയണേ, വളരെ വലിയ കാര്യം. ഞാൻ ഓർത്തു പോകും, എപ്പോ അവിടെ വേണ്ടിന്റെ ഒരാളുടെ. ആരാ വേണ്ടി? മർഹൂം CH മുഹമ്മദ് ബായ, അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അയാൾ പറയും എന്റെ സമുദായം, എന്താ പറയാ, എന്റെ സമുദായം. നിങ്ങൾക്ക് പറയണ്ടോ? മനസ്സിലാവുണ്ടോ? നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരിൽ ചിലർക്ക് എന്റെ സമുദായം എന്ന് പറയാൻ ധൈര്യക്കുറവുണ്ടെന്ന് മാത്രമല്ല, ഞാനൊരു മതേതരവാദിയാണെന്ന് ചിലരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിധിയിലപ്പുറം വിട്ടുവീഴ്ചയ്ക്ക് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കാലിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന കാര്യം ശരിക്ക് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാനുള്ള അധികാരമുണ്ട്. അത് ഈ രാജ്യത്ത് നമുക്ക് നേടിയെടുക്കാൻ കോടതിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിന് സഹകരിക്കണം. ആവശ്യത്തിലധികം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിന് പിന്തുണ ആവശ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഒരു ദീനിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ദീനനുസരിച്ച് ഒരു പിതാവിന്റെ പിതാവിന് ഒരു കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമില്ല. അതേപോലെ ഇവിടുത്തെ ഭരണാധികാരികളെ തീരുമാനിക്കേണ്ടത്, മറിച്ച് ആ പാവപ്പെട്ട പെൺകുട്ടിയെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഞാൻ ഒരു കുട്ടി 18 MBA കാരത്തി ഇവിടെ നോക്കി, ബുദ്ധിപരമായ അടിമത്തം കൊണ്ടുവരുന്ന നോക്കിക്കോളി. ഒരു കുട്ടി 18 വയസ്സിന് മുമ്പ് കെട്ടിക്കാൻ പാടില്ല. നിയമം പാസ്സായി നോക്കാം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു 8ാം ക്ലാസ് തോറ്റോ 9ാം ക്ലാസ് തോറ്റൊക്കെ ജീവിച്ചൊരു പെൺകുട്ടി. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് വിവാഹ മാർക്കറ്റിക്ക് വരുന്നത്. ശരിയല്ലേ? അല്ലേ? അതില് ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്, MBBS ഉണ്ട്, BDS ഉണ്ട്. നിങ്ങൾ തോന്നിയൊക്കെ എഴുതിക്കൊള്ളു. ആ കൂട്ടത്തിൽ പാവപ്പെട്ട 10ാം ക്ലാസ് തോറ്റവുണ്ട്. ആരാ കുട്ടിയെ ഇതിനെ കെട്ടിക്കൊണ്ടുപോവാ? നിങ്ങൾ പറയും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിൽ ചില ആളുകൾക്ക് ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ ഈ സമൂഹത്തിലെ പാവപ്പെട്ട ചിലരെ ജീവിക്കാൻ അനുവദിച്ചൂടെ നിങ്ങൾക്ക്?
ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാണ്ടോ? തിരിയുണ്ടോ? ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന, ശാരീരികമായ തകരാറുകളുള്ള, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാത്ത പെൺകുട്ടികളെ അവരെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സുരക്ഷിതമായ ഒരു കല്യാണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ എന്താ ഉള്ളത്? പിന്നെ വേറെ ചില കാര്യമുണ്ട്. എന്താണത്? ലൻ തുർളാ അൻകൽ യഹൂദു വന്നസാറാ ഹത്താ തത്തബിഅ മില്ലത്തകും. അവരുടെ ദീൻ സ്വീകരിക്കോളം യഹൂദികളും നസാറാക്കളും നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് കളിക്കാനും നമ്മൾ ആരെയും അനുവദിക്കൂല. ഇതിന്റെ ഒരു ഭീകരത ഡൽഹിയിൽ ആ സംഭവത്തിൽ നമ്മൾ കണ്ട അങ്ങ് ഓർമ്മല്ലേ? അല്ലേ? ആ കുതിര ചെങ്ങായിനെ വിടാനുള്ള കാരണം എന്താ പറയും? 18 വയസ്സിന്റെ പ്രായം എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും 15 വയസ്സാക്കണം. ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. 18 വയസ്സിന് താഴെ ഒരാള് ഇവിടെ കയറി എന്നാണ് കുത്തി നമ്മളെക്കാണ് കൊന്നാലും അയാൾ എങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ? ജുവൈൽ കോർട്ടിലേക്ക്. അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താ പറയുക? പരമാവധി എത്ര കൊടുക്കാം? 3 കൊല്ലം. ഇവിടെ നമ്മളെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കൊക്കെ വലിയ ശതമാനം ഇത് കാരണല്ലേ? ഈ ബലാത്സംഗ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടാനുള്ള കാരണതല്ലേ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ഈ നിയമം മൊത്തമായി മാറ്റണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അള്ളാഹു തആല നമ്മളുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം അവസാനമായി പറയാണ്. ഈ LCD പ്രദർശനമൊക്കെ വരാണ്ട് സമയം വൈകുന്നുണ്ട്. ഒറ്റ കാര്യം പറയാ. എന്താണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന കാന്തപുരം ഗ്രൂപ്പിന്റെ ഈ നാടകം കൊണ്ട് സമുദായത്തിന് നഷ്ടമായത്? ഈമാനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ കദിബു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുക എന്നതിന് 3 മസലയുള്ളത്. ഒന്നെന്താ? കുഫറാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. പിന്നെ ഫാസിഖാകുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. കളവ് പറയാൻ ഹലാലാണെന്ന് വിശ്വസിച്ചാൽ കാഫിറാകുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. ഇങ്ങനെ 3 തരം ഉലമാക്കന്മാരുള്ളത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ വാലിദത്തിൽ ഉദ്ധരിക്കുന്ന അഭിപ്രായം അത് ശാഫിഈ മദ്ഹബിൽ മുഅ്തമദല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കരുതിക്കൂട്ടിയ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ കാഫിറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കരുതിക്കൂട്ടി ഒരു കളവ് പറയുന്നയാൾ ഫാസിഖാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ കളവ് പറയൽ ഹലാലാണെന്ന് വിശ്വസിക്കുന്നവനും കാഫിറാകും. അള്ളാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് നിസ്സാര വെള്ളക്കച്ചവടമല്ല, അത് വിശ്വാസത്തിലേക്കും വരുന്നുണ്ട്. മറുപക്ഷത്തുള്ള സാധാരണക്കാരായ ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ الخاسرين. اللهم إنا نسألك موافقتك بقدرك ووفقنا لاتباع حبيبك مصطفى محمد صلى الله عليه وسلم إنك على كل شيء قدير برحمتك يا أرحم الراحمين. السلام عليكم.